നിഫ്റ്റിയുടെ 24-ാം തീയതി മുതൽ ജൂലൈ 24-ാം തീയതി മുതൽ എങ്ങനെ ആക്ട് ചെയ്യും എന്നുള്ളത് ആണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നാളെ എക്സ്പയറിയും കൂടെയാണ് നിഫ്റ്റി. അപ്പം നാളെ ഹീറോസിയുടെ ചാൻസ് എവിടെയെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് നമ്മൾ സീറോ ടു ഹീറോ അനാലിസിസും കൂടാണ് നടത്തുന്നത്. രണ്ടും കൂടി ചേർത്ത് അനാലിസിസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മന്ത്ലിയിലെ ഫ്യൂച്ചർ ചാർട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ DRT ലെവൽ എടുക്കുകയാണെങ്കിൽ ഈ ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഇവിടം വരെ തിരിച്ച് സഞ്ചരിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ തിരിച്ച് വന്നേക്കുന്ന മാർക്കറ്റിന്റെ തിരിച്ച് റിഫ്രഷ്മെന്റ് പോയിരിക്കുന്ന 0.95 0.7505 ഓടി എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ DRT ഫിബിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. DRT ഫിബിൽ നമ്മൾ കാണാൻ കഴിയുന്ന മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് ഒരു ഇത് എന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ ആണ്. എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആണ്. ഇത് ഡീപ്പ് ഡിസ്കൗണ്ട് ആണ്. ഇപ്പം നിൽക്കുന്ന ഒരു ഡിസ്കൗണ്ട് മേഖലയിലേക്കാണ് നിൽക്കാൻ പറ്റുന്നത്. ഈ ഡിസ്കൗണ്ട് മേഖലയിൽ നിന്നും പ്രീമിയം താഴേക്ക് വരാനാണ് കൂടുതലും ചാൻസ്. നമുക്ക് താഴോട്ട് പോകുമ്പോൾ കുറഞ്ഞ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഡിസ്കൗണ്ട് മേഖലയിലാണ്. മനസ്സിലാക്കുക. നമ്മൾ വീക്കിലി അനാലിസിസിലേക്ക് നോക്കാം. വീക്കിലി അനാലിസിസിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഇവിടെ വന്ന് സീറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഓർഡർ ബ്ലോക്ക് കയറി പോയിട്ടുണ്ട്. ഈ ഒരു ഓയിലിനെ താണ്ടി ഇവിടെ ഒരു ഓയിലുണ്ട്. ഈ രണ്ട് ചാനൽ തമ്മിലാണെങ്കിൽ വീക്കിലി ഇതെടുക്കുന്ന സമയത്തുള്ള ഒരു ഗ്യാപ്പ്, അതിനാണ് ഓയിലിന് പറയുന്നത്. ഈ ഓയിലിനകത്തിന് നമുക്കിങ്ങനെ കയറിപ്പോയ മാർക്കറ്റ് ഇങ്ങനെ കയറി ടോപ്പ് എത്തി ഇവിടുന്ന് റിജക്ഷൻ കാണിച്ചിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ റിജക്ഷനിൽ നമുക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ നോക്കുന്നത്. വീക്കിലിയിൽ നിലവിൽ ചാൻസ് പ്രത്യേകമായിട്ട് കാണുന്നില്ല. ഇന്ന് ഡെയിലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് ഡെയിലിയിലാണെങ്കിൽ ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ, ജൂലൈ 8-ലുള്ള ഗ്രീൻ ക്യാൻഡിലിനെ ഈ ഒരു റെഡ് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ ഈ ഒരു റെഡ് ക്യാൻഡിലുണ്ട് സ്വീപ്പിങ് നടന്നിട്ടുണ്ട്. ഒരു കറക്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പ്ലേസ്മെന്റ് താഴേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തന്നെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഈ ക്യാൻഡിലിന്റെ ലോയെ ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴേക്കാണ് പോയിരിക്കുന്നത്. മാർക്കറ്റ് ഇനി തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു റെഡ് ക്യാൻഡിലിനെ നമുക്ക് OB ആയിട്ട് എടുക്കാം. ഈ ഒരു റെഡ് ക്യാൻഡിൽ ജൂലൈ 9 റെഡ് ക്യാൻഡിലിനെ OB ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ കണ്ട് ഈ ഒരു OB വരച്ചിട്ടുണ്ട്. OB വരയ്ക്കുകയും ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ജൂലൈ 9 ക്യാൻഡിലും ഈ ഒരു വോയിഡ് ഇവിടെ ഈ ഒരു ക്യാൻഡിലിന്റെ ലോയും തമ്മിൽ ചേർത്തുകൊണ്ട് നമുക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരയ്ക്കാവുന്നതാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ നാളത്തെ ബിഹേവിയർ അനുസരിച്ച് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു. ഫസ്റ്റ് നമുക്ക് ഹീറോയുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോവാം. അതായത് ഹീറോ എങ്ങനെ ആക്ട് ചെയ്യുമെന്ന് വെച്ചാൽ, നാളത്തെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പം തന്നെ ഓപ്പൺ ആയി ഒരു ഉച്ചയ്ക്ക് 2 മണി വരെയൊക്കെ ഇവിടെയൊക്കെ നിന്നതിന് ശേഷം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്, അതായത് ഈ ജൂലൈ 9-ന്റെയും ജൂൺ 10-ന്റെയും ജൂലൈ 9-ന്റെ ലോയും ജൂൺ 10-ന്റെ ലോയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് മേഖലയിൽ അതിൻ്റെ ആ ഒരു ബോക്സ് ദർവാസ് ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ബോക്സിന്റെ എൻക്രോച്ച്മെന്റ് മേഖല ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ മിഡിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം എത്തുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ് ഇങ്ങനെ കളിച്ച് കയറി വന്ന് 2 മണിക്ക് ശേഷം ഇതിന്റെ സെന്ററിൽ എത്തുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു റിജക്ഷൻ ഒരു 20 രൂപ റേഞ്ചുള്ള ഒരു പ്രീമിയൊക്കെ നമുക്ക് വാങ്ങാവുന്നതാണ്. ഇവിടുന്ന് തിരിച്ച് റിയാക്ഷൻ കാണിക്കും. ഇനി രാവിലെ തന്നെ മാർക്കറ്റ് ആണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഈ മാർക്കറ്റ് ഇവിടെ വരെ എത്തി ഇങ്ങനെ കയറി പോവുകയാണെങ്കിൽ ഈ ഭാഗങ്ങളിൽ എത്തുമ്പോഴത്തേക്കും 250 പോയിന്റുള്ള വ്യത്യാസമുണ്ട്. നല്ല രീതിയിൽ മൂവ്മെന്റ് നടന്ന് ഇവിടെ എത്തുകയാണെങ്കിൽ ഇവിടുന്ന് മോർണിംഗിൽ തന്നെ കിട്ടുന്ന സമയത്ത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന്
തിരിച്ച് റിജക്ഷൻ കാണിക്കും. അത് ഹീറോ സീറോ സെറ്റപ്പ് അല്ല, അവിടുന്ന് തന്നെ റിജക്ഷൻ കാണിച്ചുകൊണ്ട് നല്ലൊരു ടാർഗറ്റിലേക്ക് നമുക്ക് എയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ടാർഗറ്റ് എങ്ങനെയാണെന്നുള്ളത് അടുത്ത ലോവർ ടൈം ഫ്രെയിമിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയാണ് എൻ്റെ സെറ്റപ്പ്. ഇനി ക്യാൻഡിൽ നോക്കണം. രാവിലത്തെ ഹൈ നല്ല രീതിയിൽ മൂവ് വെച്ചങ്ങ് കയറി പോകുന്ന ക്യാൻഡിലാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കയറി കയറി പോയിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇതിന്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് പഞ്ച് ചെയ്യാം. ഈ ഓർഡർ ബ്ലോക്കില്ല. ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നല്ലൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഉണ്ട്, 120 പോയിന്റോളം ഉണ്ട്. അപ്പൊ ക്വാണ്ടിറ്റിയുടെ പകുതി മാത്രമേ ഈ ഓർഡർ ബ്ലോക്കിലേക്ക് എത്തുമ്പോഴത്തേക്ക് പഞ്ച് ചെയ്യാം. രാവിലെ മോർണിംഗിൽ ട്രേഡ് കിട്ടുകയാണെങ്കിൽ നാളത്തെ 250 പോയിന്റ് ഓടി പോകുമോ, അല്ലെങ്കിൽ ഇറങ്ങി നിൽക്കുമോ, അല്ലെങ്കിൽ ടാലിയായി കളിച്ച് നിൽക്കുമോ എന്നുള്ളത് നമുക്ക് ഓരോ മാർക്കറ്റിന്റെ ബിഹേവിയർ അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് പിന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. അങ്ങനല്ല ഇവിടുന്ന് കയറി പോയി ഈ എൻക്രോച്ച്മെന്റിന്റെ മൈതേന്റെ പകുതി, അതായത് 60 പോയിന്റോളം ഫ്യൂച്ചറിൽ SL കൊടുത്ത് കിട്ടുവാണെങ്കിൽ അവിടുന്ന് നല്ലൊരു ക്വാണ്ടിറ്റിയെ പഞ്ച് ചെയ്തുകൊണ്ട് ഇവിടുന്ന് മാർക്കറ്റിനെ നമുക്ക് താഴേക്ക് പ്രൊഡിക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ ടാർഗറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ ഹീറോ സീറോ പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഈ ഒരു ഏത് ഏരിയന്ന് ഇവിടെ ഏതൊരു ഏരിയന്ന് ട്രേഡ് കിട്ടിയാൽ 2 മണിക്കും 2:45 ആ ടൈമിങ്ങിൽ നമുക്കൊരു ഇടയിൽ ഒരു ട്രേഡ് ഇവിടെ കിട്ടിയാൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി 4 അവറിലേക്ക് പോയിട്ട് നമ്മൾ അതിന്റെ ടാർഗറ്റ് നമുക്ക് നോക്കാം. ടാർഗറ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ 4 അവറിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ മുകളിലേക്ക് വന്ന് ആക്ട് ചെയ്യുന്ന മാർക്കറ്റ് നാളെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്ന സ്വിംഗ് ഹൈകളെയും സ്വിംഗ് ലോകളെയും ആയിരിക്കണം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് മാർക്കറ്റ് ഇങ്ങനെ നാളെ ഇവിടെ നിന്നൊരു ഗ്യാപ്പ് അപ്പ് തന്ന് ഇങ്ങനെ പോവുകയാണെന്ന് വെച്ചു. പോയി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സ്വിംഗ് ഹൈ ഉണ്ടാക്കി, ലോ ഉണ്ടാക്കി, സ്വിംഗ് ഹൈ ഉണ്ടാക്കി, സ്വിംഗ് ലോ ഉണ്ടാക്കി, ഇവിടെ നിന്നാണ് 2 മണിക്ക് നമുക്ക് ഹീറോ സീറോ സെറ്റപ്പ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഈ ഒരു സ്വിംഗ് ലോ ആയിരിക്കും. സ്വിംഗ് ലോ ആയിരിക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് ടാർഗറ്റ് അടുത്ത സ്വിംഗ് ലോ ആയിരിക്കും, പിന്നെ അടുത്ത സ്വിംഗ് ലോ ആയിരിക്കണം. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ഓർഡർ ബ്ലോക്കിനെ കിട്ടുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്കിന്റെ അതായത് സി സൈഡിലേക്ക് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടുകയാണെങ്കിൽ ആ ഓർഡർ ബ്ലോക്കിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ എവിടേക്കായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. അങ്ങനെ വേണം സെറ്റ് ചെയ്യാം. അതുപോലെ മേലോട്ട് കയറി പോവുകയാണെങ്കിൽ മേലെന്നാണ് നമുക്ക് ഹീറോ സീറോ കിട്ടുന്നതെങ്കിൽ അവിടുന്ന് ടാർഗറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ മോർണിംഗ് സെഷനിൽ ഹീറോ സീറോ അല്ലാതൊരു ട്രേഡ് എടുത്താൽ ഇവിടുന്ന് എടുക്കുന്ന എൻട്രി എന്ന് പറയുമ്പോൾ അടുത്ത സ്വിംഗ് ലോയിലേക്ക് തന്നെ ഫസ്റ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്ത് വേണം പോകാൻ. അപ്പം സെറ്റ് ചെയ്തതിന് ശേഷം താഴേക്ക് ആക്ട് ചെയ്യാമെന്നുള്ളതിൽ അതപ്പം താഴേക്ക് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് നാളെ നമുക്ക് 15 മിനിറ്റിലേക്ക് പോകുമ്പോൾ ഒരു കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇന്ന് മനസ്സിലാക്കി ഇവിടം വരാം. ഇനി നമുക്ക് നോക്കാൻ കഴിയുന്ന വെച്ചാൽ 1 അവർ ചാർട്ടിലേക്ക് പോകാം. 1 അവർ ചാർട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് നിൽക്കുന്ന മാർക്കറ്റിനകത്ത് 1 അവർ ചാർട്ടിൽ ഈ ഒരു സോൺ നോക്കിയിട്ടുണ്ട്. ഞാൻ 15 മിനിറ്റിലാണ് അനാലിസ് ചെയ്തിരിക്കുന്നത്. അപ്പം 15 മിനിറ്റിലേക്ക് വീണ്ടും ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. 15 മിനിറ്റിൽ നമ്മൾ ജൂലൈ 21:30 ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഗ്രീൻ ചാനലിനെ ഓർഡർ ബ്ലോക്ക് ആക്കി എടുത്തുകൊണ്ട് മുകളിലേക്ക് ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം ഇതിനെ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു 15 മിനിറ്റിന്റെ ചാനലിനകത്ത് ഈ ഒരു 15 മിനിറ്റ് ഓർഡർ ബ്ലോക്കിനകത്ത് SL വരുന്നത് വെച്ചാൽ 67 പോയിന്റാണ് ഫ്യൂച്ചർ ഓർഡർ ബ്ലോക്കിൽ SL വരുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു നോക്കി വെക്കാൻ പറഞ്ഞു. അപ്പം ഇവിടുന്ന് ടാർഗറ്റ് മേളിൽ നിന്ന് എടുത്തിട്ട് നല്ല രീതിയിൽ ഒരു വീഴ്ച വരികയാണ്. ഒരു ദിവസം കൊണ്ടല്ല, സെക്കൻഡ് ദിവസങ്ങളിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ ഇവിടം വരെയൊക്കെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. 24,986 ടാർഗറ്റിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് വീഴത്തില്ല. അതെന്തെങ്കിലും വല്ല ന്യൂസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ മാത്രമേ ഒരു ദിവസം കൊണ്ട് മാർക്കറ്റ് അങ്ങനെ വീഴത്തുള്ളൂ. അപ്പം നിലവിൽ നമുക്ക് ഇങ്ങനെയാണ് മാർക്കറ്റിന്റെ ഒരു ഇത് കാണാൻ കഴിയുന്നത്. പക്ഷേ നാളത്തെ ഹീറോ സീറോ സെറ്റപ്പ് ആണെങ്കിൽ പോലും അങ്ങനെ വന്ന് വീഴാനുള്ള ചാൻസുകൾ കുറവാണ്. ഇത്രയും താഴേക്കുള്ളൊരു ടാർഗറ്റ് പറയുമ്പോൾ ഒന്നുകിൽ ഇന്നുണ്ടാക്കിയിരിക്കുന്ന സ്വിംഗ് ഹൈ വരെ എടുത്തു വരാം, അല്ലെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ആ ഓപ്പൺ ആക്കുന്ന ക്യാൻഡലിന്റെ ലോ വരെ ഹീറോ സീറോ തിരിച്ചു വരാനുള്ള സാധ്യത. അങ്ങനെയാണ് നമ്മൾ ടാർഗറ്റിനെ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ തിരിച്ച് റിവേഴ്സ് സൈഡ് ആണെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റ് 25, 254 നമ്മളെ മാർക്കറ്റ് ആണെങ്കിൽ 25, 254 നിൽക്കുന്ന മാർക്കറ്റ് ഇവിടുന്ന് ഒരു
ഇങ്ങനെ വന്ന് എടുത്ത് ഇതേ ഭാഗത്ത് നമ്മുടെ ഈ 15 മിനിറ്റിന്റെ ഓർഡർ ബ്ലോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് നമുക്ക് ടാർഗറ്റ് ആണെങ്കിൽ മേലോട്ട് അസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് എവിടെയാണോ ഒരു സിംഹായി അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു വോയിഡ് അല്ലെങ്കിൽ റണ്ണവേ ഗ്യാപ്പ് ഇത് ഏതെങ്കിലും കിട്ടുന്ന ഏതെങ്കിലും പ്രദേശത്തേക്കാണ് നമ്മുടെ ടാർഗറ്റിന് ഇപ്പം 0-0 സെറ്റപ്പ് വരുന്നതെങ്കിൽ പോലും 0-0 സെറ്റപ്പ് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഈ ഒരു റീജിയനിൽ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യാം. അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻ ഹൈ ടു ഹൈ അങ്ങനെ വേണം പോകാൻ. അതാണ് നിഫ്റ്റിയിൽ എൻ്റെ ട്രേഡിംഗ് അനാലിസിസ് എന്ന് പറയുന്നത്.